നമുക്ക് ഓൾറെഡി നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. 2025 സിവിൽ എഞ്ചിനീയേഴ്സ് ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വേക്കൻസിയാണ് LSTD-AE എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം ഒരു പകുതി തൊട്ട് തന്നെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ബിക്കോസ് നമുക്ക് അടുത്ത വർഷം ഏപ്രിൽ ആകുമ്പോഴാണ് ഈ ഒരു എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം എന്തായാലും ആ ഒരു എക്സാം നടക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ LSTD-AE എന്ന് ഇപ്പോൾ ഫ്രഷേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരിക്കുന്നവർക്കോ LSTD-AE നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള അറിവുണ്ടായിരിക്കാം. പക്ഷേ എത്രത്തോളം അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ആസ് സിവിൽ എഞ്ചിനീയേഴ്സ് നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തരുന്ന ഐഡിയ. അതായത് നമ്മുടെ ടെക്നിക്കൽ റാങ്ക് ലിസ്റ്റുകളുടെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റിലുമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോലി നൽകിക്കൊണ്ട് ഒരു ചരിത്രം സൃഷ്ടിച്ച ലിസ്റ്റാണ് LSTD-AE എന്ന് പറയും. അപ്പോൾ LSTD-AE എപ്പോൾ നമ്മൾ നോക്കിയാലും, അതായത് തൊട്ട് മുന്നത്തെ ലിസ്റ്റ് എടുത്താലും നമ്മുടെ മെയിൻ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി, ഫുള്ള് മെയിൻ ലിസ്റ്റിലെ ആൾക്കാർക്ക് ജോലി കിട്ടി. സപ്ലിമെൻ്ററി ചില കാറ്റഗറി കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു 400 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അറൗണ്ട് 350 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം എല്ലാ വർഷവും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ LSTD-AEയുടെ ഒപ്പം തന്നെ വേറെയും വേക്കൻസികളുള്ള AE പോസ്റ്റുകൾ കൂടെ ക്ലബ് ചെയ്ത് എക്സാംസ് നടത്തുകയും, അല്ലെങ്കിൽ നമുക്ക് 2020 ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ PWD ഇറിഗേഷൻ ഒക്കെ ലിസ്റ്റുകൾ ഉണ്ടായതുകൊണ്ടും, അതുപോലെ തന്നെ നമുക്ക് അതിന് മുന്നത്തെ ലിസ്റ്റ് എടുത്താലും PWD ഇറിഗേഷൻ AE ഉണ്ടായതുകൊണ്ടും, പിന്നെ നമുക്ക് അതിന് ശേഷമുള്ള ലിസ്റ്റുകൾ, അതായത് നമ്മുടെ ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും വേറെ കുറേ AE എക്സാംസ് ക്ലബ് ചെയ്ത് നടത്തിയത് കൊണ്ടാവാം ഇത്രയും നമ്പർ ഓഫ് അഡ്വൈസസ് പോയെങ്കിൽ കൂടി നമുക്ക് LSTD എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ മൊത്തമുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ എണ്ണം എടുത്താൽ തന്നെ നമുക്ക് എത്രത്തോളം വേക്കൻസി ആസ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയേഴ്സ് കിട്ടുമെന്ന് അറിയാം. പക്ഷേ ആ 900-ന് മേലെയുള്ള വേക്കൻസീസ് നമുക്ക് കിട്ടുന്നില്ല. അതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആസ് ഓഫ് നൗ ഒരു പഞ്ചായത്തിൽ ഒരു എഞ്ചിനീയർ എന്നൊരു നിയമം വന്നിട്ടില്ല. ഒരു AE തന്നെ 3 പഞ്ചായത്തൊക്കെ നോക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം നമുക്ക് ഒരു പഞ്ചായത്ത് നോക്കുന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ വേക്കൻസീസ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി നമുക്കൊരു പേപ്പർ കട്ടിങ് വന്നിട്ടുണ്ടായിരുന്നു. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർമാർക്ക് ജോലി ഭാരം കൂടുന്നു, അതായത് അവർ ഒന്നിൽ കൂടുതൽ പഞ്ചായത്തുകൾ നോക്കുന്നത് കാരണം, അതും AEമാരില്ലാതെ ഓവർസിയർമാർ നോക്കുന്ന പഞ്ചായത്ത് വരെയുണ്ട്. സോ ഇതൊക്കെ വെളിച്ചത്തിൽ വരികയാണെങ്കിൽ നമുക്ക് ഇൻ ഫ്യൂച്ചർ ഒരു പഞ്ചായത്തിന് ഒരു AE എന്ന നിലയിൽ വരികയാണെങ്കിൽ ഇനിയും വേക്കൻസീസ് കൂടാൻ സാധ്യതയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് LSTD-AE. സോ നമുക്ക് കഴിഞ്ഞ ലിസ്റ്റുകളൊന്ന് പരിശോധിക്കാം. അപ്പം നമുക്ക് 2012 നമുക്കൊരു ലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് 2021 നമുക്ക് റീസെൻ്റ്ലി നടന്നൊരു ലിസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 2015 ഒരു എക്സാം നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 ലിസ്റ്റുകളും ഹൈലൈറ്റ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ 2012 നമുക്ക് ലിസ്റ്റ് എക്സ്പയർ ആയ ലിസ്റ്റാണ്. അതിനകത്താണ് നമുക്ക് റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിച്ചത്. അതായത് മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരുവിധം ജോലി ലഭിച്ച ഒരു ലിസ്റ്റായിരുന്നു. അതിനുശേഷം 2015 നടന്ന പരീക്ഷ വെച്ചിട്ടുള്ള ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റ് കംപ്ലീറ്റ് റിക്രൂട്ടഡ് ആയതാണ്. ആൻഡ് ഇപ്പോഴത്തെ നമ്മുടെ അറ്റ് പ്രസൻ്റ് ഉള്ള 2025 ഏപ്രിൽ അവസാനിക്കുന്ന ലിസ്റ്റിൽ 300-ൽ അഡ്വൈസസ് ഓൾറെഡി പോയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ LSTD-AEയുടെ ലിസ്റ്റിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോഴത്തോളം നിങ്ങൾക്കറിയാം എത്രത്തോളം ജോലി സാധ്യതകൾ ആസ് സിവിൽ എഞ്ചിനീയേഴ്സ് നമുക്ക് LSTD നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പഞ്ചായത്തിൽ ഒരു AE വരികയാണെങ്കിൽ ഇനിയും നമുക്ക് വേക്കൻസീസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഓൾറെഡി നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ലിസ്റ്റ് നിലവിൽ നിങ്ങൾക്കറിയാം വന്നത് 2022 ഏപ്രിലാണ്, അതായത് 21/4/2022. നിങ്ങൾക്കറിയാം സാധാരണഗതിയിൽ കേരള PSCയുടെ ലിസ്റ്റ് 3 വർഷമാണ് വാലിഡിറ്റി. അതുകൊണ്ട് 2025 ഏപ്രിൽ വരെ ആയിരിക്കും നമുക്ക് ഈ ഒരു ലിസ്റ്റ് നിലവിലുണ്ടാവുക. അപ്പം നമുക്ക് അതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതിൻ്റെ ഒരു സൂചനയായി കഴിഞ്ഞ ദിവസങ്ങളിൽ PSC പബ്ലിഷ് ചെയ്ത, അതായത് ഡിസംബറിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിൽ LSTD-AE പട്ടികവർഗ്ഗക്കാർക്കുള്ള നമുക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അതൊരു സൂചനയാണ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് ഉടൻ തന്നെ വരും എന്നുള്ള. ഓക്കെ, അപ്പം നമുക്ക് ആ ലിസ്റ്റിനകത്ത് ടോട്ടൽ പോയിരിക്കുന്ന അഡ്വൈസസിൻ്റെ എണ്ണം 312 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 312 400-ലധികം പേര് മാത്രമേ ആ ലിസ്റ്റിലുള്ളൂ. അതിൽ ഓൾമോസ്റ്റ് 312 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ആൻഡ് അഡ്വൈസ് പോയ ഡേറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 14/10, അതായത് നമുക്കിപ്പോൾ റീസെൻ്റ്ലി ആണ് പോയിരിക്കുന്നത്. അതായത് 10th മന്തിൽ നമുക്ക് പോയിട്ടുണ്ട്. ഇനി കുറച്ച് കാലവും കൂടി ഉണ്ട്. അതായത് കപ്പിൾ ഓഫ് മന്ത്സ് ഉണ്ട്. ആ കപ്പിൾ ഓഫ് മന്ത്സിൽ ഇനിയും അഡ്വൈസസ് പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പം നമുക്ക് ലിസ്റ്റ് തീരുമ്പോൾ ലിസ്റ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ
ലിസ്റ്റിൽ തീരുന്ന അവസരത്തിലും നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. മെയിൻ ലിസ്റ്റിൽ ഒരു 200-നകത്തൊക്കെ റാങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ആദ്യ വർഷങ്ങളിൽ തന്നെ കിട്ടും. ഇനി അതല്ല 100-നകത്ത് ഇഫ് യു ആർ ഗെറ്റിംഗ് റാങ്ക് വെൽ ആൻഡ് ഗുഡ്, നിങ്ങൾക്ക് ആദ്യത്തെ അഡ്വൈസുകളിൽ തന്നെ ജോലി കിട്ടും. കാര്യം 96 അഡ്വൈസസൊക്കെ ഒരുമിച്ച് അയച്ച ചരിത്രം തന്നെ LSTDAക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ മുകളിൽ കയറി പറ്റുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് 300 അല്ലെങ്കിൽ 200 എന്ന് പറഞ്ഞാലും നമ്മുടെ ലക്ഷ്യം എപ്പോഴും 50-നകത്ത് അല്ലെങ്കിൽ 100-നകത്ത്, മാക്സിമം പോയാൽ 100-നകത്ത് എന്നുള്ളതാണ് LSTDAക്ക് പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയുടെയും ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് അഡ്വൈസ് ഇപ്പോഴും റീസെൻ്റ്ലി പോകുന്നുണ്ട്. അതിനകത്ത് NJD വരുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് PWD ഇറിഗേഷൻ എക്സാം അതിന് ശേഷം നടന്നു. വേറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് മാറുന്ന കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് ഈ NJD വരെ. പിന്നെ പുതിയ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി റിട്ടയർമെൻറ്റ് വേക്കൻസീസ് വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ലിസ്റ്റ് തീരുന്നതിനകത്ത് വെച്ച് ഇനിയും അഡ്വൈസ് പോകാൻ ചാൻസസ് ഉണ്ട്. അത് നമ്മുടെ വരുന്ന റിക്രൂട്ട്മെൻറ്റിനെ ബാധിക്കത്തില്ല. ബിക്കോസ് നമുക്ക് ഫ്രഷ് ആയിട്ട് റിട്ടയർമെൻറ്റ് വേക്കൻസീസ് കിട്ടും. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ജോലിഭാരം കൂടുന്നതിനനുസരിച്ച് എന്തായാലും ഡിപ്പാർട്ട്മെൻറ്റ് പുതിയ തീരുമാനങ്ങൾ എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പൺ കാറ്റഗറിയിൽ റാങ്ക് 235 വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. സോ ലിസ്റ്റിൻ്റെ പകുതിയോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് അത്രത്തോളം ക്രൂഷ്യലാണ് ഓരോരുത്തർക്കും. അപ്പോൾ ഈ ലിസ്റ്റ്, അതായത് LSTDA വരുന്നുണ്ട് അല്ലെങ്കിൽ അത് വരും, നമ്മളത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കണം. അതൊരു വലിയ ചോദ്യമാണ്. നമുക്ക് കഴിഞ്ഞ AE എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും AE എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ലെവലിൽ നടക്കുന്നൊരു പരീക്ഷയാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമല്ല പരീക്ഷ നടന്നിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ KSEB, യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, ഇൻസ്ട്രക്ടർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജസ്, ഇതെല്ലാം ക്ലബ് ചെയ്ത് നടന്ന ഒരു പരീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അത് BTech ലെവലിലുള്ള കുറച്ച് പരീക്ഷകൾ, BTech ആണ് ക്വാളിഫിക്കേഷൻ, BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗിൽ ഒരുമിച്ച് നടത്തുക. കേരള PSC കുറച്ച് കാലമായി ചെയ്തു വരുന്നൊരു പ്രവണതയാണിത്. നമുക്ക് ഒരേ ക്വാളിഫിക്കേഷനുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ക്ലബ് ചെയ്തൊരു പരീക്ഷയായിട്ട് നടത്തും. അപ്പം പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. പ്ലസ് മീൻസ് നമുക്കിതെല്ലാം പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ നമുക്കതൊരു ഭയങ്കര സക്സസ് ആയിട്ട് മാറ്റാം. പക്ഷേ ഇനി അതെല്ലാം നമുക്ക് ആ ഒരു എക്സാമിന് അവിടെ വെച്ച് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ അവസരങ്ങളെല്ലാം ഒറ്റയടിക്ക് ഒരു 3-4 വർഷത്തേക്ക് നമുക്ക് അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണക്കാക്കണം. സോ LSTDA മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. ബിക്കോസ് LSTDA എന്ന് പറയുന്നത് നമുക്ക് വരും, വേക്കൻസി ഉണ്ട്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുമുള്ള വേറെ വേക്കൻസീസും അല്ലെങ്കിൽ വേറെ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ കാണാതെ പോകരുത്. നമുക്ക് വേറെയും AEs ഇത്രയും വേക്കൻസീസ് ഇല്ലെങ്കിലും വരാനുണ്ട്. അടുത്ത വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2025 കഴിഞ്ഞ് 26 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും PWD ഇറിഗേഷൻ വരാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റഡിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ടേക്കിംഗ് ഇറ്റ് ആസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് നമ്മൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ക്ലബ് ചെയ്തും വേറെ എക്സാംസ്, വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ AE എക്സാംസ്, ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്. പക്ഷേ ഇതെല്ലാം പല ലെവലിലെ പരീക്ഷയാണ്. സോ ഒരുമിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ എൻട്രി നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സിവിലിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ്. ആസ് എ നെയിം സജസ്റ്റ്, നമ്മൾ BTech കഴിഞ്ഞ് കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് കയറുമ്പോൾ വി ആർ ലേയിങ് എ ഫൗണ്ടേഷൻ. ഞങ്ങൾ നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ തരികയാണ്. അതായത് ഹൗ ടു സ്വിച്ച് ഫ്രം ഡിസ്ക്രിപ്റ്റീവ് എക്സാം ടു കോമ്പറ്റേറ്റീവ് എക്സാംസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എക്സാംസിലേക്ക് എങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങൾ വളരെ ബേസ് മുതൽ സ്ക്രാച്ച് മുതൽ നിങ്ങളെ നമ്മൾ തരികയാണ്. മാത്രമല്ല വേറൊരു മെയിൻ കീ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഈ ഒരു എക്സാം അല്ല നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പല ലെവലിലുള്ള പല എക്സാംസ് ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ എക്സാംസിൻ്റെ പ്രിപ്പറേഷന് പല രീതിയാണ് വേണ്ടത്. സോ സ്വിച്ചിങ് ബിറ്റ്വീൻ ദീസ് എക്സാംസ് ഇത് ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. കാര്യം നമുക്ക് ഒരു മാസത്തിൽ തന്നെ അല്ലെ അടുപ്പിച്ച് 2 ലെവലിലുള്ള, അതായത് BTech ലെവലിലും IT ലെവലിലും പരീക്ഷ വരുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് BTech ലെവൽ ഫോക്കസ് ചെയ്യുന്ന പോലെ IT പറ്റത്തില്ല. നമ്മൾ എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുക്കുക BTech ലെവലിലെ പരീക്ഷയായിരിക്കും. IT നമ്മൾ സെക്കൻഡറി ചോയ്സ് ആയിട്ട് മാത്രമേ വെക്കുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു നിർഭാഗ്യം എന്ന പോലെ ഈ ഒരു പരീക്ഷ നമ്മൾ വിചാരിച്ച പോലെ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, രണ്ടും പോകുന്ന ഒരു അവസ്ഥ വരും. സോ ഇത് രണ്ടും ഒരുമിച്ച് അല്ലെങ്കിൽ പല ലെവലിലുള്ള എക്സാംസ് ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള കാര്യമെല്ലാം നമ്മൾ നിങ്ങളെ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ പറഞ്ഞു തരുന്നതാണ്. സോ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഫോം കൊടുത്തിട്ടുണ്ട്, ഫില്ല് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് മാത്രം എഴുതി തഴക്കമുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് എക്സാംസ് എഴുതി PSC എക്സാംസ് എഴുതിയിട്ടും എത്രയായാലും ലിസ്റ്റിൽ താഴെ വരുന്നു അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വരുന്നു, ലിസ്റ്റിൽ കയറുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്കെല്ലാം ആ ഒരു എക്സാമിൻ്റെ പാത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ എക്സാമിൽ ടോപ്പ് റാങ്ക്സിൽ എത്തിക്കാനായിട്ട് ഈ ഒരു കോഴ്സ് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറയുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LSTDA എക്സാമിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിലും ഏതൊരു എക്സാമിന് ടാർഗറ്റ് ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ വീഡിയോ ക്ലാസ്സസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും നോക്കി നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക്
നമ്മൾ ജസ്റ്റ് കേട്ട് വിടുന്നതിനേക്കാളും ജസ്റ്റ് പ്രിപ്പയർ സം ഷോർട്ട് നോട്ട്സ്. ഒരു ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ച് നിങ്ങളുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ ഷോർട്ട് നോട്ട്സ് വെച്ച് അത് പിന്നീട് റിവിഷൻ നോട്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് നോക്കാൻ പറ്റുന്ന, അതായത് നമ്മൾ നോട്ട്സിൻ്റെ ആ ഒരു വലിപ്പം ചെറുതാക്കി കൊണ്ടുവരണം. അപ്പം ഇതൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ തന്നെ ചെയ്ത് നമ്മൾ കുറേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് വലിയ ഫോർമുലാസ് ഉണ്ടാവും, ചെറിയ ഫോർമുലാസ് ഉണ്ടാവും, വലിയ കാൽക്കുലേഷൻസ് ഉള്ള പ്രോബ്ലംസ് ഉണ്ടാവും, ചെറിയ സിമ്പിൾ കാൽക്കുലേഷൻസ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ കാൽക്കുലേഷൻസ് ആയിട്ട് നമ്മുടെ വീക്കായിരിക്കും. ഇത് എങ്ങനെ സ്ട്രോങ് ആക്കാൻ പറ്റും, എങ്ങനെയാണ് നമുക്ക് സ്ട്രോങ് ആക്കാൻ ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ, പ്രാക്ടീസ്. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എക്സാംസ് ഇല്ലാത്തൊരു സീസണിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതും എക്സാമിന് അടുത്ത് വന്ന് നിന്ന് പ്രിപ്പയർ ചെയ്യുന്നതും തമ്മിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി പ്രിപ്പയറിങ് അണ്ടർ പ്രഷർ. ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ടെൻഷനോട് കൂടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഓഫ് സീസണാണ് സിവിൽ എഞ്ചിനീയേഴ്സിന്. സെക്കൻഡ് ഗ്രേഡും തേർഡ് ഗ്രേഡും ഒക്കെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ഗ്രേഡ് അതുപോലെ തന്നെ AE തുടങ്ങിയ മുകളിൽ നിൽക്കുന്ന ആൾക്കാരുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇതൊരു ഓഫ് സീസണായിട്ട് കണക്കാക്കി റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡോട് കൂടി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അല്ല എക്സാം വന്ന് നിന്ന് ആ ഒരു കോമ്പറ്റീറ്റീവ് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക പ്രഷറിൽ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് മൈൻഡ് ഫ്രീ ആയിട്ട് കുറച്ച് ടൈം എടുത്ത് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി ഫ്രം ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫ്രം സ്ക്രാച്ച് പഠിച്ചു തുടങ്ങുന്നതാണ് നല്ലത്. ഞാൻ വീണ്ടും പറയുകയാണ്, AE എക്സാമിന് പഠിക്കുന്ന ഒരാൾ എപ്പോഴും ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് ഒക്കെ സെക്കൻഡറി ഓപ്ഷൻസ് ആക്കി വെച്ച് മാത്രമാണ് പഠിക്കാറുള്ളത്. ഫൈനലി എക്സാം അടുക്കുന്ന സമയത്ത് AEയിൽ നിന്ന് മാറി ഓവർസിയറിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. സോ ഇങ്ങനെ നിങ്ങളുടെ തോട്ട്സ് ഫ്ലോട്ട് ചെയ്യാതെ ഒരൊറ്റ കാര്യം ഫോക്കസ് ചെയ്ത് LSTD എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇനി അധികം സമയമില്ല, നമുക്ക് LSTD AE നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും. സോ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് തുടങ്ങാം. താങ്ക് യു.